കോഴിക്കോട് നടക്കാവിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. നായയ്ക്ക് പേവിഷബാധയുള്ളതായിട്ടുള്ള സംശയമുണ്ട്. ആലപ്പുഴ ഭരണിക്കാവിൽ നായയുടെ കടിയേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നഗരമധ്യത്തിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 9 പേരെയാണ് നായ കടിച്ചത്. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവരെ വരെ നായ കടിച്ചു. 9 പേരും ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. സ്കൂള് എനിക്ക് ഉച്ചക്ക് വിട്ടപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയായിരുന്നു. ബാക്കിൽ നിന്ന് വന്ന് കടിച്ച് ഞാൻ അവിടെ വീണിട്ട് പിന്നെ കടയിലുള്ളവർ ഇങ്ങനെ കൈ ഊങ്ങിയപ്പോൾ അത് പോയി. പിന്നെ അവിടെ നിന്ന് സോപ്പിട്ട് കഴുകി പിന്നെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ ഇവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ച്. നായ ഓടിക്കുക, അങ്ങനെ പ്രകോപനം പിന്നാലെ വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, പ്രത്യേകിച്ച് പ്രകോപനം ഒന്നും ഉണ്ടായില്ല. ഓപ്പോസിറ്റ് വരെയായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങ് പോയിക്കോളും വിചാരിച്ചു. പെട്ടെന്ന് കയറി ഇങ്ങനെ കടിച്ച് നിന്ന് പോയില്ല. കാലിൽ കടിച്ചല്ലേ? പിന്നെ ബാഗ് വീശി നോക്കുമ്പോൾ നായ പിന്നെ പോയി. മാഷ് എവിടെ വെച്ചാണ് നായ കടിച്ചേ? ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നിട്ട് ഫാത്തിമേൻ്റെ അടുത്ത് എത്തിയില്ല, ജംഗ്ഷനിലേക്ക് എത്തിയിട്ടില്ല. ഫസ്റ്റ് ഇന്നെ കടിച്ചതിന് ശേഷം ആണ് ഇദ്ദേഹത്തെ കടിക്കുന്നത് ഞാൻ കാണുന്നത്. അതായത് രണ്ടാമതും കൂടി തിരിഞ്ഞ് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് ആ നായ ഇദ്ദേഹത്തെ കടിക്കുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്നില്ല, അയാളെയും കൂടി കടിച്ചപ്പോൾ പിന്നെ രണ്ടുപേരും കൂടി പോയി വാഷ് ചെയ്ത് നേരെ ഇവിടെ വന്ന്. ഇതേ നായ തന്നെയല്ലേ? ഇതേ നായനെ മറ്റൊരൊക്കെ കടിച്ചിട്ടുള്ളത്. 9 പേരെല്ലാം തോന്നുന്നു, ഇപ്പോൾ 10 പേരായെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ പലരും പല സ്ഥലത്ത് പോയിട്ടുണ്ടാവും. എന്തായാലും ഷുവറാണ് ഭ്രാന്ത് ഉണ്ടെന്നുള്ളത്. എൻ്റെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? കാണുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണത്. അത് നോക്കി ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ പോവുക ഈ സാധനങ്ങൾ ഭ്രാന്തായി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ തന്നെയാണ് പോകുന്നത്. സ്കൂട്ടർ നിർത്തി ഫോൺ ചെയ്യുന്ന സമയത്താണോ നായ കടിച്ചത്? ഫോൺ ചെയ്തില്ല, സ്കൂട്ടർ നിർത്തി ഫോൺ എടുത്ത് കയ്യിലായില്ല, അപ്പോഴേക്ക് കടി വന്നു കഴിഞ്ഞു. അത് നിർത്തിയിട്ട് ഇവിടുന്ന് വന്നിട്ട് വളരെ ഈസി ആയിട്ട് ആ പോണ പോക്കിന് കടിച്ചു. സംസ്ഥാനത്തുടനീളം ഇങ്ങനെ തന്നെയാണ് സ്ഥിതി. ആലപ്പുഴ ഭരണിക്കാവ് പഞ്ചായത്തിൽ ഇന്ന് 3 പേരെ നായ കടിച്ചു. ഇവർ കായംകുളം ആശുപത്രിയിൽ ചികിത്സ തേടി. അടുത്ത കടയിലോട്ട് പോയതാണ്. കടയിൽ പോയപ്പം ഒരു പട്ടി എന്ന് വെച്ചാൽ അത് തലേദിവസം തന്നെ അവിടെ ഉള്ള പട്ടികളെ പിള്ളേരെയൊക്കെ കടിച്ചിട്ടുള്ള പട്ടിയാണ്. ഇവിടെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്. അപ്പോൾ അത് എന്നോടും തിരിഞ്ഞു ഇവിടെ ശരിക്കും കൈക്ക് കടിക്കുകയും അത് എൻ്റെ നേർക്ക് ചാടുകയും എന്നെ അള്ളുകയും എല്ലാം ചെയ്തു. ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുടനീളം. തെരുവുനായ ശല്യവും തെരുവുനായ ആക്രമണവും വർദ്ധിച്ചു വരികയാണ്. കോഴിക്കോട് നിന്ന് അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.